ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമുക്കിന്ന് എന്താ പറയുക, സ്വാതന്ത്ര്യം കിട്ടിയ ദിനമെന്ന് തന്നെ പറയാം. ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകത നിറഞ്ഞ ദിവസമാണ്, August 15th. അപ്പോൾ നമ്മളുടെ മാജിക് ഓവനിലും സ്പെഷ്യലായിട്ടുള്ള 2 വിഭവങ്ങളാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. സ്പെഷ്യൽ വിഭവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വെജും വരും, നോൺ വെജും വരും. അതുകൊണ്ട് തന്നെ ഒരു ഐറ്റം നോൺ വെജും, രണ്ടാമത്തെ കാര്യം വെജിറ്റേറിയൻ, പ്യുവർ വെജിറ്റേറിയനുമാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ബീഫ് കൊണ്ടുള്ള വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ബീഫ് എന്ന് പറയുമ്പോൾ റെഡ് മീറ്റാണ്, പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. വ്യത്യസ്തമായ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തനി നാടൻ ശൈലിയിൽ അല്ലെങ്കിൽ നാടൻ രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ബീഫിൻ്റെ വിഭവങ്ങളുണ്ട്. അതേസമയം ചൈനീസ് സ്റ്റൈലിലുമുണ്ട്. പിന്നെന്താ പറയുക, ചൈനീസ് മാത്രമല്ല, ഇപ്പോൾ കോണ്ടിനെൻ്റൽ സ്റ്റൈലാണെങ്കിലും ബീഫിലും സ്റ്റേക്കിലും ഒക്കെ ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. അപ്പം നമ്മളുടെ ഇന്നത്തെ ബീഫ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണെന്ന് പറയാം. അതായത് ഒരു ചെറിയൊരു നാടൻ പ്ലസ് ഒരു ചൈനീസ്. അതുകൊണ്ട് തന്നെ പേരിനും ആ ഒരു വ്യത്യാസം ഉണ്ടാവും. ചില്ലി ബീഫ് ഫ്രൈ. അപ്പോൾ ചില്ലി ബീഫ് ആണോയെന്ന് ചോദിച്ചാൽ അതല്ല, പിന്നെ ഫ്രൈ ആണോയെന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനിൽ നമ്മളൊരു ബീഫ് തയ്യാറാക്കാൻ പോകണം. ഈ ചില്ലി ബീഫ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാട്ടിറച്ചി കഷ്ണങ്ങളായി മുറിച്ചത് 1 കിലോ, വെളുത്തുള്ളി അരച്ചത് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി അരച്ചത് 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 3 ടീസ്പൂൺ, സോയാ സോസ് 4 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 3 ടേബിൾ സ്പൂൺ, സവാള ചെറിയ സ്ലൈസസായി മുറിച്ചത് 3 വലുത്, പച്ചമുളക് 3 വലുത് കഷ്ണങ്ങളാക്കിയത്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ചില്ലി ബീഫ് ഫ്രൈ തയ്യാറാക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കുക്കറിൽ വേവിക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കുക. ആദ്യം ഒരു കുക്കർ എടുക്കുന്നു. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാട്ടിറച്ചി ബീഫ്, ഇത് 1 കിലോ ഉണ്ട്. ആ 1 കിലോ ബീഫ് ആദ്യം കുക്കറിലേക്ക് മാറ്റും. അങ്ങനെ ആദ്യം ബീഫ് കുക്കറിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത്, അപ്പോൾ ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്. വെളുത്തുള്ളി അരച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി എടുത്ത് അരച്ച് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ കിട്ടും. ഇതെല്ലാം ഫ്ലേവറിങ് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്വാദ് വരണമല്ലോ. പിന്നെ രണ്ടാമത് ചേർക്കാൻ പോകുന്നത് ഇഞ്ചി അരച്ചത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരച്ച് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും കിട്ടും. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത്. ഇനി വേണ്ടത് കുരുമുളക് പൊടി. അതൊരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 3 ടീസ്പൂണാണ്. അപ്പോൾ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളകാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ വീട്ടിൽ പൊടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതൊരു 3 ടീസ്പൂൺ. അപ്പോൾ ഈ എരിവ് എന്ന് പറയുന്നത് കൂടുതലും ഈ ഒരു വിഭവത്തിന് കിട്ടുന്നത് ഈ കുരുമുളകിൽ നിന്ന് ആണ്. അപ്പോൾ അത് എത്ര എരിവ് വേണം അതനുസരിച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി വേണ്ടത്, നമ്മളെന്താ പറഞ്ഞേ, ചില്ലി ബീഫ് എന്നൊക്കെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ ഫ്രൈക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞു. ഇനി ചില്ലി ബീഫ് ആക്കാനായിട്ട്, ഇത് ശരിക്കും ചില്ലി ബീഫിനും നമുക്ക് പറയാം ഗാർലിക്കും പിന്നെ പെപ്പറും ഒക്കെ ചൈനീസ് വിഭവങ്ങളിൽ ചേർക്കുന്ന ചേരുവകൾ തന്നെയാണ്. നല്ലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സോസ്, സോയാ സോസ്. ഇത് ചൈനീസ് കുക്കിങ്ങിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിൽ നമ്മൾ സോയാ സോസ് ഒരു 4 വലിയ ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ സോയാ സോസ്. പിന്നെ സോയാ സോസിൽ കുറച്ച് ഉപ്പിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കുറച്ചിട്ടാൽ മതി. ആദ്യം കുറച്ച് ഉപ്പും കൂടി ചേർത്തു. ഇനി ഇത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാര്യം ബീഫിൽ നിന്നും ധാരാളമായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുക്കർ അടയ്ക്കണം. കുറച്ച് നേരം വേവിക്കണം. ഒരു 2 എന്താ പറയുക, ആദ്യത്തെ വിസിൽ കേട്ട് കഴിയുമ്പോൾ തീ അല്പം കുറയ്ക്കുക. പിന്നെ ഒരു 2-3 വിസിൽ കേട്ട് കഴിയുമ്പോൾ ബീഫ് വെന്തിട്ടുണ്ടാവും. അടുപ്പം കത്തിച്ച് കൊടുക്കാം. ഇനി ഒരല്പം നേരം വെയിറ്റ് ചെയ്യുക.